പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രാക്ടിക്കൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലിബ്രെ ഓഫീസ് കാൽക്കിലെ പേറോൾ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. പേറോൾ പ്രിപ്പറേഷൻ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡാറ്റാബേസിലും ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റിലും ചെയ്യാനുണ്ട്. ഓഫീസ് ബേസുമായിട്ട് ബന്ധപ്പെട്ട പേറോൾ പ്രിപ്പറേഷൻ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കിൽ എങ്ങനെയാണ് പേറോൾ പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. പ്രിപ്പയർ പേറോൾ ഓഫ് എംപ്ലോയീസ്, നെയിം, ബേസിക് പേ, PF ലോൺ. 3 ഡീറ്റെയിൽസ് നമുക്ക് തന്നിരിക്കുന്നത്, 3 കോളം നമുക്ക് തന്നിട്ടുണ്ട്. കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. DAന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, HRAന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, TA, PF സബ്സ്ക്രിപ്ഷൻ, TDS. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് അഡീഷൻ, ഏതാണ് ഡിഡക്ഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, അല്ലെ? ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? അതായത് ഒരു സാലറിയിലേക്ക് ആഡ് ഓൺ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ബേസിക് പേ പ്ലസ് DA, HRA പ്ലസ് TA, അല്ലെ? ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തിട്ട് ഗ്രോസ് പേ എന്നുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടുക, അല്ലെ? ഇനി എന്തൊക്കെയാണ് ഡിഡക്ഷൻസ്, എന്തൊക്കെയാണ് ഈ ഗ്രോസ് സാലറിയിൽ നിന്നും ഡിഡക്ഷൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് സാലറി കിട്ടുക. അപ്പൊ ഏതൊക്കെയാണ് ഡിഡക്ഷൻസ്? PF ലോൺ ഒരു ഡിഡക്ഷനാണ്, അല്ലെ? അതേപോലെ തന്നെ PF സബ്സ്ക്രിപ്ഷൻ ഒരു ഡിഡക്ഷനാണ്, TDS ഒരു ഡിഡക്ഷനാണ്. അപ്പൊ ഈ 3 ഡിഡക്ഷനും ബാക്കിയുള്ളതൊക്കെ അഡീഷനും അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഗ്രോസ് പേ കിട്ടണം, അതുപോലെ തന്നെ ടോട്ടൽ ഡിഡക്ഷൻ കിട്ടണം. ഗ്രോസ് പേയിൽ നിന്ന് ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് സാലറി അഥവാ ഈ പേറോളിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നേരെ സ്പ്രെഡ്ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യാം. നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ കോളം ആദ്യം ചേർക്കാം. ഓക്കെ, ബേസിക് പേ കഴിഞ്ഞാൽ പിന്നെ DA, അത് കഴിഞ്ഞ് HRA, DA, HRA, അടുത്തത് TA. ഓക്കെ, ഇനി ഡിഡക്ഷൻസിന്റെ കാര്യം പറയാം. PF ലോൺ, അല്ലെ? PF ലോൺ ഒരു ഡിഡക്ഷൻ ആണ്. PF സബ്സ്ക്രിപ്ഷൻ അതൊരു ഡിഡക്ഷൻ ആണ്. TDS ഡിഡക്ഷൻ ആണ്. അപ്പോൾ PF ലോൺ നമുക്ക് ആദ്യം കൊടുക്കാം. PF ലോൺ, PF സബ്സ്ക്രിപ്ഷൻ, അടുത്തത് TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതും എമൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിലേക്ക് പോവാം. ബേസിക് പേ എൻ്റർ ചെയ്തു. അടുത്തത് DA. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇനി നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോവാണ്. DA 30% ഓഫ് ബേസിക് പേ എന്ന് പറഞ്ഞിരിക്കുന്നത്. 30% ഓഫ് ബേസിക് പേ. അപ്പോൾ നമുക്കിവിടെ ഇവിടെ സ്ക്രീനിൽ C2 എന്ന് പറയുന്ന സെല്ലിൽ കൊണ്ട് കേഴ്സർ പ്ലേസ് ചെയ്യുന്നു. DA എന്ന് പറയുന്നത് ബേസിക് പേന്റെ 30% ആണ്. അപ്പോൾ നിങ്ങൾ ഈക്വൽ ടു ബേസിക് പേ, അല്ലെ? ബേസിക് പേ ഇൻറ്റു 30%. എന്നിട്ട് എൻ്റർ അടിച്ചാൽ ഇവിടെ നമുക്ക് ആൻസർ ആയി. DA നമുക്ക് പെട്ടെന്ന് കിട്ടും. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി, എക്സൽ കോപ്പി ചെയ്തോളും. റിലേറ്റീവ് സെൽ റെഫറൻസ് അനുസരിച്ച് ഇത് വർക്ക് ചെയ്തോളും. ഇനി അടുത്തത് HRAന്റെ കേസ് എടുക്കാം. HRA എന്താ പറയുന്നത്? 3000 ഫോർ എംപ്ലോയീസ് ഹൂസ് ബേസിക് പേ ഈസ് ഗ്രേറ്റർ ദാൻ 1,10,000. ബേസിക് പേ 1,10,000 കൂടുതലാണെങ്കിൽ HRA 3000 വരണം, അല്ലെങ്കിൽ 2000 ആയിരിക്കും. 1,10,000 കൂടുതലുള്ളവർക്ക് 3000 HRAയും, അത് ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ അതിന് താഴെയുള്ളവർക്ക് 2000 ആണ് വരേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ ഈഫ് ആണ്. അപ്പൊ ഈഫിന്റെ സിന്റാക്സ് എന്താണ്? ഈഫ് ടെസ്റ്റ് ദെൻ വാല്യൂ അതർവൈസ് വാല്യൂ, അല്ലെ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, അല്ലെ? 1,10,000 കൂടുതൽ ഈ ബേസിക് പേ കിട്ടുന്നവർക്കൊക്കെ 3000 വരണം, അതല്ലെങ്കിൽ, അല്ലെ, അതർവൈസ് എന്നുള്ളതാണ്. അപ്പൊ ഈ അതർവൈസ് എന്നുള്ള ആ സംഭവം നിങ്ങൾക്ക് മനസ്സിൽ വരുമ്പോൾ തന്നെ അത് ഈഫ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഒരു കണ്ടീഷൻ, ഒരു ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അത് ഇഫ് ആയിരിക്കും വരിക. അപ്പൊ ഈഫ് നമ്മളിവിടെ ഇനി എന്താണ്? ബേസിക് പേ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബേസിക് പേ ഈസ് ഗ്രേറ്റർ ദാൻ 1,10,000. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട എന്താണ്? B2, അല്ലെ? B2 ഗ്രേറ്റർ ദാൻ 1,10,000. ദെൻ അങ്ങനെയാണെങ്കിൽ എന്ത് വാല്യൂ വരണം? വാല്യൂ വരേണ്ടത്
3,000 കോമ അതർവൈസ് വാല്യൂ 2,000 രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ കണ്ടോ ഇവിടെ 3,000 വന്ന കണ്ടു. 1,15,000 കൂടുതലാണല്ലോ ഇവിടെ സാന്ദ്രയ്ക്ക് ബേസിക് പേ 3,000. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഓട്ടോ ഫിൽ ഫംഗ്ഷൻ ഇതൊക്കെ 2,000. അപ്പോൾ ആൻസർ കിട്ടി അല്ലേ? ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്തത് എന്താ വേണ്ടേ? TA കിട്ടണം. 600 പെർ എംപ്ലോയി, എല്ലാവർക്കും 600 വെച്ച് കൊടുക്കണം. നമുക്ക് ഇത് കോപ്പി ചെയ്താലും ആൻസർ നമുക്ക് അവിടെ കിട്ടും. അല്ലെങ്കിൽ ചുമ്മാ എടുത്ത് കോപ്പി ചെയ്താലും നമുക്ക് ഇവിടെ 600, എല്ലായിടത്തും 600 വന്നാൽ മതി. അതിൽ നമുക്ക് വലിയൊരു ടാസ്ക് ഇല്ല അല്ലേ? ഇനി അടുത്തത് നോക്കുക. PF സബ്സ്ക്രിപ്ഷൻ മുമ്പ് PF ലോൺ അല്ലേ? PF ലോൺ എൻ്റർ ചെയ്യുക. 15,000 അതും എൻ്റർ ചെയ്തു. ഇനി നമുക്ക് PF സബ്സ്ക്രിപ്ഷൻ ആണ്. ബേസിക് പേന്റെ 6% PF സബ്സ്ക്രിപ്ഷൻ. ബേസിക് പേന്റെ ഈക്വൽ ടു ബേസിക് പേന്റെ 6% ഇൻറ്റു 6% എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ ആൻസർ ആയി അല്ലേ? ഇങ്ങനെ കാൽക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി. പിന്നെ ഡ്രാഗ് ചെയ്താൽ മതി. ഇനി നമുക്ക് കിട്ടേണ്ടത് TDS മാത്രമേ ഉള്ളൂ. TDS എത്രയാണ് പറയുന്നത്? 10% ഗ്രോസ് പേന്റെ. അപ്പോൾ നോക്കിക്കേ, ഗ്രോസ് പേ എന്നുള്ള ഒരു ഏരിയ ഇവിടെ നമുക്ക് ചേർക്കണം അല്ലേ? ഇപ്പുറത്ത് ഗ്രോസ് പേ. അപ്പോൾ ഗ്രോസ് പേ കാണാൻ എന്ത് ചെയ്യണം? നമുക്ക് ഇനി ഗ്രോസ് പേ കണ്ടാലേ TDS കിട്ടുള്ളൂ. ഓക്കെ, ഗ്രോസ് പേ എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA പ്ലസ് TA ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ, അതായത് TA കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രോസ് പേ എന്ന് പറഞ്ഞ ഒരു കോളം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. അതാണ് അതിൻ്റെ കറക്റ്റ് രീതി. അങ്ങനെ തന്നെയാണ്. ബേസിക് പേ, DA, HRA, TA കഴിഞ്ഞിട്ട് ഗ്രോസ് പേൻ്റെ ഒരു കോളം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വിടുക. അതിനുശേഷം PF ലോൺ, PF സബ്സ്ക്രിപ്ഷൻ, TDS എന്ന് പറഞ്ഞിട്ട് ഒരു കോളം, അതിൻ്റെ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോളവും കൂടെ ചേർത്താലും മതി. അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഗ്രോസ് പേ ഇവിടെ ആഡ് ചെയ്തു. എന്നിട്ട് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രോസ് പേ വന്നു. ഇനി എന്താ പറയുക? ഗ്രോസ് പേൻ്റെ 6% എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കേ, ഗ്രോസ് പേൻ്റെ 10%, ഗ്രോസ് പേൻ്റെ 10% ആണ് TDS. അപ്പോൾ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഈക്വൽ ടു, ഇതാണ് ഗ്രോസ് പേ. ഇവിടെ ഗ്രോസ് പേ ഇൻറ്റു 10% എൻ്റർ അടിക്കുക. ഇവിടെ ആൻസറായി. TDS വന്നു. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. ഇനി ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇത് മൂന്നും കൂട്ടിയതാണ്. PF ലോണും സബ്സ്ക്രിപ്ഷനും TDSും കൂടെ കൂട്ടിയതാണ്. അപ്പോൾ ഈക്വൽ ടു PF ലോൺ പ്ലസ് PF സബ്സ്ക്രിപ്ഷൻ പ്ലസ് TDS. ഇനി ഇതും ഓട്ടോ ഫിൽ അടിക്കുക. കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നെറ്റ് സാലറി ഫൈനൽ എമൗണ്ട്, സാലറി എത്ര കിട്ടുന്നുള്ളതിൻ്റെ ഫൈനൽ എമൗണ്ട് ഈക്വൽ ടു ഗ്രോസ് പേയിൽ നിന്നും ഗ്രോസ് പേ മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ. കഴിഞ്ഞു. ഇങ്ങനെയാണ് പേറോൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് പേറോൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹെഡിങ് ഒക്കെ കൊടുക്കാം. ഓക്കെ, ഞാനിത് വെറുതെ ആൻസർ മാത്രം കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളത് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ്? പ്രിപ്പയർ പേറോൾ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ പേറോൾ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഇവിടെ A1 എന്ന് പറഞ്ഞ സെല്ലിൽ പേറോൾ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞ നെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിബ്രെ ഓഫീസ് കാൽക്കിൽ പേറോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ.